ദേവാലയത്തിലെ പൂജിത വേദിയിൽ ദീപങ്ങൾ തെളിയുന്നിതാ. മാലാഖമാരുടെ മാധുര്യമേറുന്ന ഗാനം മുഴങ്ങുന്നിതാ. ദൈവത്തിൻ ജനമേ വരുവിൻ, സ്നേഹത്തിൻ ബലിയിൽ ചേരാൻ. ദൈവത്തിൻ ജനമേ വരുവിൻ, സ്നേഹത്തിൻ ബലിയിൽ ചേരാൻ. കാഴ്ചകളെല്ലാം ഈ അൾത്താരയിൽ കാണിക്കയേകാം, കൈകൾ കൂപ്പാം. കാരുണ്യവാനുടെ സന്നിധിയിൽ കാരുണ്യം യാചിച്ചു പ്രാർത്ഥിച്ചിടാം. കാരുണ്യവാനുടെ സന്നിധിയിൽ കാരുണ്യം യാചിച്ചു പ്രാർത്ഥിച്ചിടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഒന്നാം വായനയുടെ കാതലിങ്ങനെയാണ്: ജ്ഞാനത്തെ തേടുവിൻ, അപ്പോൾ ജ്ഞാനം നിങ്ങളെയും തേടും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ വായിക്കുന്നത് ഇപ്രകാരമാണ്: പ്രഭാതത്തിലുണർന്ന് അവളെ തേടുന്നവൻ പ്രയാസം കൂടാതെ അവളെ കണ്ടെത്തുന്നു. അവൾ വാതിൽക്കൽ കാത്തു നിൽക്കുന്നുണ്ട്. 16-ാം തിരുവചനം വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്: യോഗ്യതയുള്ളവരെ അന്വേഷിച്ച് ജ്ഞാനം അരികിലേക്ക് ചെല്ലുന്നു. അവരുടെ ചിന്തകളിലും വഴികളിലും അവൾ കനിവോടെ പ്രത്യക്ഷപ്പെടുന്നു. എന്തു രസമുള്ള വചനമാണിത്! ഒരു വശത്ത് ഒരാൾ ജ്ഞാനത്തെ ആഗ്രഹിക്കുമ്പോൾ മറുവശത്ത് ജ്ഞാനം അവരുടെ അരികിലേക്ക് ഇറങ്ങി വരുന്നു, പ്രത്യക്ഷപ്പെടുന്നു. ഇങ്ങനെ ഒരു കാഴ്ചയുണ്ട് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിൽ. ആ രാത്രിയിൽ സോളമന് പ്രത്യക്ഷപ്പെട്ട ദൈവം ചോദിച്ചു, നിനക്കെന്താണ് വേണ്ടത്? അവൻ പറഞ്ഞു, ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് തിന്മയും നന്മയും വിവേചിച്ചറിഞ്ഞ് ഈ ജനത്തെ ഭരിക്കാൻ വേണ്ടുന്ന ജ്ഞാനം മാത്രം എനിക്ക് മതി. ദൈവത്തിന് ഈ ഉത്തരം വളരെയധികം ഇഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: സോളമ, നീ ദീർഘായുസ്സോ സമ്പത്തോ ഒന്നും ചോദിക്കാതെ ഈ വിവേകം ചോദിച്ചതുകൊണ്ട് ജ്ഞാനവും വിവേകവും നിനക്ക് തരുന്നു. അതുമാത്രമല്ല, ചോദിക്കാത്തതുകൂടി ഞാൻ തരുന്നു. നിൻ്റെ ഈ ജീവിതകാലത്ത് മറ്റ് ഒരു രാജാവിനുമില്ലാത്ത അത്രയ്ക്ക് സമ്പത്തും മഹത്വവും നിനക്കുണ്ടായിരിക്കും. ഈ ജ്ഞാനം വന്ന് നിറഞ്ഞതുകൊണ്ട് വചനം സോളമനെക്കുറിച്ച് പറയുക, ദൈവം അവന് കടൽ തീരം കണക്കൊരു ഹൃദയം കൊടുത്തു. ഇവൻ്റെ ഈ ജ്ഞാനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞുകൊണ്ട് കാതങ്ങൾ താണ്ടി ഷേബ രാജ്ഞി പോലും സോളമനെ തേടിയെത്തി. അവൻ്റെ കാലം സമൃദ്ധിയുടെ കാലമായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പ്രഭാത ബലിക്കായി നാം ഒരുമിക്കുമ്പോൾ
പ്രത്യേകമായിട്ട് നമ്മളെല്ലാവരും ബെഡിൽ നിന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? എനിക്ക് ഒരു വീടില്ല, നല്ലൊരു ജോലിയില്ല, വീട്ടിൽ മനസ്സമാധാനമില്ല, കടങ്ങൾ മാറിയിട്ടില്ല, രോഗങ്ങൾ മാറിയിട്ടില്ല, കല്യാണം നടക്കുന്നില്ല. ഇങ്ങനെയുള്ള പരിഭവങ്ങളുടെയും പരിവേദനങ്ങളുടെയും നടുക്ക് ചോദിക്കേണ്ടത് മാത്രം ചോദിക്കാൻ നാം ചിലപ്പോൾ മറന്നു പോകുന്നു. അത് ഈ ജ്ഞാനമാണ്. നമ്മൾ ഈ ജ്ഞാനം ചോദിച്ച് മേടിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ഈ ജ്ഞാനം എങ്ങനെ ലഭിക്കും? ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ പറയുന്നു, ദൈവത്തെ വിളിച്ച് നിങ്ങൾ അപേക്ഷിച്ചാൽ ജ്ഞാന ചൈതന്യം നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒറ്റ കാര്യം മാത്രം മതി. അതുകൊണ്ട് ഇന്ന് ഈ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ ചോദ്യം, ദൈവമേ, എൻ്റെ വിചാരങ്ങളെ വിവേകപൂർവം മുന്നോട്ട് നയിക്കാൻ, എൻ്റെ വീടിനെ നയിക്കാൻ, എൻ്റെ പരിസരങ്ങളെ നയിക്കാൻ വേണ്ടുന്ന ജ്ഞാനം എനിക്ക് തരണമേ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കിട്ടും. വിശുദ്ധ ഗ്രന്ഥത്തിലെ നിധി പോലെയുള്ള ചോദ്യമാണിത്. ഈ ഒരു ചോദ്യത്തോടു കൂടി നമുക്ക് ഈ ബലിയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ വെച്ച്, ചില സംഭവങ്ങളിൽ, ചില വ്യക്തികളുമായി, ചില നേരങ്ങളിൽ ഒക്കെ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ കുറവുകളോർത്ത് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചുകൊണ്ട് പവിത്രമായ ഹൃദയത്തോടെ ഈ ബലിക്ക് വേണ്ടി നമുക്കൊരുങ്ങാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ.
ദൈവത്തിൻ കുഞ്ഞാടേ, നാഥനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവനിനന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാവനിനന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപത്തിനാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു തനേകനാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സകല വിപത്തുകളും ഞങ്ങളിൽ നിന്ന് ദയാപൂർവം അകറ്റണമേ. അങ്ങനെ മനസ്സിലും ശരീരത്തിലും ഒന്നുപോലെ മോചിതരായി അങ്ങേക്കുള്ളവ സ്വതന്ത്ര മനസ്സോടെ ഞങ്ങൾ പിഞ്ചൊല്ലുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന്. തേജസ്സുറ്റതാണ് ജ്ഞാനം, അത് മങ്ങിപ്പോവുകയില്ല. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു. അവളെ തേടുന്നവർ കണ്ടെത്തുന്നു. തന്നെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിക്കൽ കാത്തു നിൽപ്പുണ്ട്. അവളിൽ ചിന്തയുറപ്പിക്കുന്നതാണ് വിവേകത്തിൻ്റെ പൂർണ്ണത. അവളുടെ കാര്യത്തിൽ ജാഗരൂകതയുള്ളവൻ ദുഃഖവിമുക്തനാകും. യോഗ്യതയുള്ളവരെ ജ്ഞാനം അന്വേഷിച്ചു ചെല്ലുന്നു. അവരുടെ ചിന്തകളിലും പാതകളിലും അവൾ കനിവോടെ പ്രത്യക്ഷപ്പെടുന്നു. കർത്താവിൻ്റെ വചനം. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ദൈവമേ, ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ദൈവമേ, അവിടെ നിന്നാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങേ കാണാതെ തളരുന്നു. ദൈവമേ, ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. ദൈവമേ, ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കും. ദൈവമേ, ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു. എൻ്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കും. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. ദൈവമേ, ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്.
സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്നു നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. കർത്താവിൻ്റെ പ്രഖ്യാപനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതൻ്റെ ശബ്ദമുയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജാഗരൂകരായിരിക്കുവിൻ, അതുപോലെ തയ്യാറായിരിക്കുകയും ചെയ്യുവിൻ. എന്തെന്നാൽ മനുഷ്യപുത്രൻ എപ്പോഴാണ് വരികയെന്ന് നിങ്ങൾക്ക് നിശ്ചയമില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് ഒരന്യാപദേശം അരുൾ ചെയ്തു. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരുകയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിനെന്ന് ആർപ്പുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാവരും ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹവിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റ് കന്യകമാർ വന്ന്, കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്നപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, 10 കന്യകമാരുടെ കഥയാണിതെങ്കിലും എന്നെ ഭാരപ്പെടുത്തുന്നത് മുഴുവൻ എണ്ണ തീർന്നു പോയ ഈ 5 കന്യകമാരാണ്. എണ്ണ തീരുമ്പോഴുള്ള ഈ 5 കന്യകമാരുടെ നിസ്സഹായത, കൂട്ടുകാരികളോട് എണ്ണ ചോദിക്കേണ്ടി വരുമ്പോഴുള്ള
ഈ 5 കന്യകമാരുടെ നാണക്കേട്. എണ്ണ മേടിക്കുവാൻ വേണ്ടി നട്ടപ്പാതിരയ്ക്കുള്ള അവരുടെ ഓട്ടം ഒടുവിൽ തിരികെ എത്തുമ്പോൾ അവരുടെ കൺമുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിൽ, നഷ്ടമായ വിരുന്ന്, നഷ്ടമായ പാട്ട്, നഷ്ടമായ നൃത്തം. ഏറ്റവും ഒടുവിൽ ആരെയാണോ അവർ കാത്തിരുന്നത്, അവൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് നിങ്ങളെ അറിയില്ലെന്നുള്ള ഈ മണവാളൻ്റെ മറുപടി കേൾക്കുമ്പോഴുള്ള ചങ്ക് തകർന്നുള്ള ഈ 5 കന്യകമാരുടെ നിൽപ്പ്. വേണ്ടത്ര ഒരുക്കമില്ലാതെയുള്ള, വേണ്ടത്ര വിശ്വാസമില്ലാതെയുള്ള, വേണ്ടത്ര ജാഗ്രതയില്ലാതെയുള്ള, എണ്ണ കരുതാതെയുള്ള ഈ 5 കന്യകമാരുടെ ഉറക്കമല്ലേ പ്രിയമുള്ളവരെ യുഗാന്ത്യത്തിൻ്റെ മുഴക്കമുള്ള, ക്രിസ്തുവിൻ്റെ 2ാം വരവിൻ്റെ മുദ്രയുള്ള ഈ കഥ കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ചിനെയും ഭാരപ്പെടുത്തേണ്ടത്, പിന്നെ ഒന്നുണർത്തേണ്ടതും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37-ാം തിരുവചനം തുടങ്ങി 25-ാം അധ്യായം 13-ാം തിരുവചനം വരെ, അതായത് ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിൻ്റെ അവസാനത്തെ വരി വരെ ക്രിസ്തുനാഥൻ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന ഒറ്റ വാക്കേയുള്ളൂ: ജാഗരൂകരായിരിക്കുവിൻ. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം തിരുവചനത്തിലും ഈ വരി ആവർത്തിക്കപ്പെടുന്നുണ്ട് മറ്റൊരു വിധത്തിൽ: ഉണർന്നിരിക്കുവിൻ, നിങ്ങളിൽ ആസന്ന മരണമായി അവശേഷിപ്പിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുവിൻ. എന്തെന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ പ്രവർത്തികൾ പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. 7 സഭകൾക്കുള്ള 7 കത്തുകളുടെ കഥ പറയുന്ന വെളിപാട് പുസ്തകത്തിൽ 5-ാമത്തെ കത്തിലാണ്, സാർദീസ് എന്നു പേരുള്ള സഭയ്ക്കുള്ള കത്തിലാണ് കർത്താവിൻ്റെ ഈ ഓർമ്മപ്പെടുത്തൽ: ഉണരുവിൻ. എന്തുകൊണ്ടാണ് സാർദീസ് എന്നു പേരുള്ള ഈ സഭയോട് കർത്താവ് ഉണരാൻ പറയുന്നത്? ചെറിയൊരു ചരിത്ര പശ്ചാത്തലം അറിഞ്ഞിരിക്കണം. ഈ സാർദീസ് എന്ന് പറയുന്നത് ഭൂനിരപ്പിൽ നിന്നും 1500 അടി പൊക്കത്തിൽ കീഴ്ക്കാം തൂക്കായ പാറപ്പുറത്ത് സ്ഥാപിതമായ പട്ടണമാണ്. ശത്രുക്കൾക്ക് ഈ പട്ടണത്തെ ആക്രമിക്കുക പ്രയാസമെന്നല്ല, അസാധ്യമായിരുന്നു. BC 6-ാം നൂറ്റാണ്ടായതോടുകൂടി സമ്പത്തിൻ്റെ കാര്യത്തിലും മറ്റു പട്ടണങ്ങളെക്കാൾ ഈ പട്ടണം മേൽക്കോയ്മ നേടി. ഇങ്ങനെ സുഖങ്ങളും സൗകര്യങ്ങളും സമ്പത്തും സുരക്ഷിതത്വവും അനുകൂലമായ ഭൂപ്രകൃതിയും ഒന്നിച്ചു ചേർന്നപ്പോൾ ഈ സാർദീസുകാർക്ക് തോന്നി: വി ആർ സേഫ്, സെക്യൂർ, സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ. ഈ ഒരു സാർദീസിയൻ മനോഭാവം നമുക്കുമുണ്ട്. നമുക്ക് നല്ലൊരു ജോലി കിട്ടിക്കഴിയുമ്പോൾ, നല്ലൊരു വീട് വെച്ച് കഴിയുമ്പോൾ, നല്ലൊരു വണ്ടി മേടിച്ച് കഴിയുമ്പോൾ, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു കഴിയുമ്പോൾ, അവരെ നല്ലൊരു വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ട് കഴിയുമ്പോൾ, അത്യാവശ്യം ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടായി വരുമ്പോൾ, ഇനി ഇതൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഇങ്ങനെ ജീവിച്ചു പോകാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാകുമ്പോൾ നമുക്കും തോന്നും വി ആർ സേഫ്, ഞങ്ങൾ സുരക്ഷിതരാണ്. നമ്മളെക്കാൾ 100 മടങ്ങ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ സാർദീസ് എന്ന് പറയുന്ന പട്ടണത്തിന്. ഞങ്ങളെ ആർക്കും ആക്രമിക്കാൻ പറ്റില്ല. എന്നാൽ BC 546 ഒരു നട്ടപ്പാതിരയ്ക്ക് പേർഷ്യൻ രാജാവായ സൈറസിൻ്റെ പടയാളികൾ ഈ കീഴ്ക്കാം തുക്കായ പാറക്കെട്ടിൻ്റെ വിടവുകളിലൂടെ അള്ളിപ്പിടിച്ചു കയറി ഈ പട്ടണത്തെ 4 പാടും നിന്ന് വളഞ്ഞു. സാർദീസ് എന്ന പട്ടണം മാത്രമല്ല, ഈ പട്ടണത്തിലെ കാവൽക്കാർ പോലും ചരിത്രം പറയുന്നത് ആ സമയത്ത് ഉറങ്ങുകയായിരുന്നു. അതുകൊണ്ട് ശത്രുക്കൾ നിഷ്പ്രയാസം അവരെ തോൽപ്പിച്ചു. ഒരു വട്ടമല്ല,
BC 195 സിറിയൻ രാജാവായ അന്തിയോക്കസ് മൂന്നാമൻ ഇതേ സ്ട്രാറ്റജിയിൽ ഈ സാർദീസ് എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ 4 പാടും നിന്ന് വളഞ്ഞു. അപ്പോഴും ചരിത്രം പറയുന്നു അവർ ഉറങ്ങുകയായിരുന്നു. ഈ ഉറങ്ങുന്ന പശ്ചാത്തലമുള്ള ഒരു പട്ടണത്തോടാണ് കർത്താവ് പറയുന്നത്, ഉണരുവിൻ. അപ്രതീക്ഷിതമായ നേരത്തുള്ള ആക്രമണം. ഇത് സാർദീസുകാർക്ക് മാത്രമല്ല, ഏതാണ്ട് കുറച്ചധികം മാസങ്ങൾക്ക് മുമ്പ് വരെ സുരക്ഷിതരാണെന്ന് കരുതിയിരുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലേക്കും ഒരു കൊച്ചു വൈറസ് ഇങ്ങനെ വേട്ട നടത്തിയപ്പോൾ, ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ഈ വൈറസ് ഇങ്ങനെ പടർന്ന് കയറിയപ്പോൾ നാമും വിചാരിക്കാത്ത നേരത്ത് ഒരു ആക്രമണം വന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇതുപോലെ പള്ളിയുടെ വാതിലുകളൊക്കെ അടച്ചിടേണ്ട കാലം വരുമെന്ന്. എല്ലാ ദിവസവും നാവിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ചിരുന്ന നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല അരൂപിയിലൂടെയുള്ള ദിവ്യകാരുണ്യം സ്വീകരിക്കേണ്ടി വരുമെന്ന്. കൂടെ കൂടെ കുമ്പസാരിച്ചിരുന്ന നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഒരു കുമ്പസാരക്കൂടിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കാൻ ഇനിയും നാളുകൾ വേണ്ടി വരുമെന്ന്. പള്ളിയും പരിസരങ്ങളും നിറഞ്ഞ് പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരുന്ന നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഓൺലൈനിലൂടെയുള്ള ദിവ്യബലിയും പെരുന്നാളും കാണേണ്ടി വരുമെന്ന്. മാമോദീസയും മനസ്സമ്മതവും കല്യാണവും ഒക്കെ ആഘോഷമായും ചിലപ്പോൾ ആർഭാടമായും ഘോഷിച്ചു കൊണ്ടിരുന്ന നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല 10, 20, 50 പേരുടെ പേരുകൾ ഇങ്ങനെ രജിസ്റ്ററിൽ എഴുതി ലളിതമായി ആഘോഷിക്കേണ്ടി വരുമെന്ന്. എന്തിന്? പ്രിയമുള്ളവരുടെ ശവമഞ്ചത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് കരഞ്ഞിരുന്ന നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല മറ്റൊരവസരത്തിൽ ഒരു മാസ്കും വെച്ച് കൈയും കഴുകി സാമൂഹിക അകലവും പാലിച്ച് മൃതസംസ്കാര കർമ്മങ്ങൾക്ക് പോലും പങ്കെടുക്കേണ്ട ഒരു കാലം വരുമെന്ന്. ഒന്നും നമ്മൾ വിചാരിച്ചില്ല. വിചാരിക്കാത്ത വാർത്തകൾ, വിചാരിക്കാത്ത കാഴ്ചകൾ, വിചാരിക്കാത്ത അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി. ഈ ഒരു വൈറസ് നമ്മളെ പേടിപ്പിക്കുകയും പനി പിടിപ്പിക്കുകയും ലോക്ക്ഡൗണിലും കണ്ടെയ്ൻമെൻറ്റ് സോണിലും ക്വാറന്റൈനിലും ആക്കുക മാത്രമല്ല, നമ്മുടെ ആത്മീയ ജീവിതത്തെ വരെ ലോക്ക്ഡൗണിലാക്കിയിട്ടുണ്ടോ എന്നാണ് ഇന്ന് ചിന്തിക്കേണ്ടത്. ദേവാലയത്തോടൊക്കെ അടുത്ത ബന്ധമുണ്ടായിരുന്നൊരു പയ്യൻ ദൂരെ നിന്ന് കാണാനെത്തിയപ്പോൾ പറഞ്ഞ വാക്കുകളുണ്ട്. അച്ഛാ, ഈ ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകാൻ പറ്റാതെയായി. വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകാൻ പറ്റാത്തത് കാരണം ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ അകത്തോട്ട് പോയി. എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോണിലൂടെ അശ്ലീല വീഡിയോസ് കണ്ടു, അശ്ലീല സിനിമകൾ കണ്ടു, അനാവശ്യ ബന്ധങ്ങളുണ്ടാക്കി ഒരു ക്ഷേത്രം പോലെ, സക്രാരി പോലെ സൂക്ഷിക്കേണ്ട എൻ്റെ ശരീരത്തെ ഒരു സത്രം പോലെയാക്കി ഞാൻ മാറ്റി. എൻ്റെ ബെഡ്റൂമുകൾ അവിശുദ്ധിയുടെ ബെഡ്റൂമായി മാറിയച്ചു. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും മുഖത്ത് പോലും നോക്കാൻ പറ്റാതെ ഈ ലോക്ക്ഡൗൺ എന്നെ മാറ്റി. അങ്ങനെയുള്ളൊരു രാത്രിയിൽ ഡാനിയേൽ അച്ഛൻ്റെ യൂട്യൂബിലെ ഒരു പ്രസംഗം കേട്ടു. ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള പ്രസംഗം. ഈ പ്രസംഗം എന്നെ അടിമുടി പൊള്ളിച്ചു. അന്നു മുതൽ ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ കിടന്നിരുന്ന അശ്ലീല വീഡിയോകൾ, സിനിമകൾ, തെറ്റായ ബന്ധങ്ങൾ എല്ലാം ഞാൻ അവസാനിപ്പിച്ചു. 5 കന്യകമാരുടെ ജാഗ്രതയില്ലാത്ത ഒരു ഭാരമുണ്ട് ഈ യുവാവിൻ്റെ വാക്കുകളിൽ. മറുവശത്ത് മറ്റൊരു കുടുംബം രാവിലെ 7 മണിക്കുള്ള ദിവ്യബലിയിൽ 6:30 മണിയാകുമ്പോൾ അപ്പനും അമ്മയും മക്കളുമൊക്കെ ഈ ടി വിയുടെ മുമ്പിലേക്ക് വരും. ടി വി ആയിട്ട് അവർക്കത് തോന്നിയിട്ടില്ല, അതൊരു അൾത്താരയായിട്ട് തോന്നി. ഈ ടി വിയുടെ 2 വശവും അവരിങ്ങനെ ഇതുപോലെ വിളക്കുകൾ കത്തിച്ചു വെച്ചു. കുർബാന തുടങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് തന്നെ ഗേറ്റുകൾ അവർ ലോക്ക് ചെയ്യും. എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ അവർ സൈലൻറ്റ് മോഡിലിടും. അടുക്കളയിലും സ്റ്റൗവിലും ഒന്നും വെക്കത്തില്ല. ഈ മക്കൾ ഓൺലൈനിലൂടെ കുർബാന തുടങ്ങുന്ന സമയം മുതൽ കണ്ണടച്ച് കൈകൂപ്പി അവരുടെ വീടിനെ പള്ളിയാക്കി മാറ്റി, വിശ്വാസത്തിൻ്റെ വീടാക്കി മാറ്റി. ജാഗ്രതയുള്ള 5 കന്യകമാരുടെ ഒരു മുഴക്കമുണ്ട് ഈ വീട്ടിൽ. നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണുകളിൽ ഒരു സ്നൂസ് ബട്ടണുണ്ട്.
സ്നൂസ് ബട്ടൺ. ഒരേ സമയം നമ്മളെ ഉണരാൻ പ്രേരിപ്പിക്കുമ്പോഴും അതേസമയം തന്നെ നമ്മെ വീണ്ടും ഉറങ്ങാൻ പ്രലോഭിപ്പിക്കുന്നൊരു ബട്ടണാണിത്. നമ്മളിങ്ങനെ അലാം സെറ്റ് ചെയ്യുമ്പോൾ സ്നൂസ് ഫോർ 5 minutes, സ്നൂസ് ഫോർ 10 minutes എന്നൊക്കെ സെറ്റ് ചെയ്യും. ഈ അലാം ബട്ടണേക്കാൾ എല്ലാവർക്കും ഇഷ്ടം സ്നൂസ് ബട്ടണാണ്. കാരണം ഉണരൂ എന്ന് നിർബന്ധപൂർവം പറയാതെ വേണമെങ്കിൽ കുറച്ച് നേരം കൂടി ഉറങ്ങിക്കോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് ബട്ടൺ. ഈ ഒരു ബട്ടൺ അനുദിന ജീവിതത്തിൽ വൈകി ഉണരാൻ പ്രേരിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ ആത്മീയ ജീവിതത്തിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ സ്നൂസ് ബട്ടൺ. ഇതുപോലെയുള്ള ഒരു സ്നൂസ് ബട്ടണിൽ പിന്നെയാകട്ടെ, പിന്നെയുണരാം, നാളെയാകട്ടെ എന്ന് കരുതി വർഷങ്ങളോളം ഈ സ്നൂസ് ബട്ടൺ അമർത്തി ജീവിച്ച ഒരു വിശുദ്ധൻ്റെ പള്ളി കൂടിയാണ് ഈ മൂലംപള്ളി പള്ളി, വിശുദ്ധ അഗസ്തീനോസിൻ്റെ പള്ളി. ഈ വിശുദ്ധനും ഈ വിശുദ്ധിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ശരീരത്തിൻ്റെ ആസക്തികളിൽ കുരുങ്ങി അറിവിനും അഹങ്കാരത്തിൻ്റെയും ഈ മമതകളിൽ സഞ്ചരിച്ച് ഇങ്ങനെ ഓരോ വർഷങ്ങളും ഈ സ്നൂസ് ബട്ടൺ തള്ളി നീക്കി സഞ്ചരിച്ച ഒരു കാലമുണ്ടായിരുന്നു ഈ അൾത്താരയിലൊക്കെ പ്രതിഷ്ഠിക്കപ്പെടുന്നതിന് മുമ്പ്. അതുകൊണ്ട് ഈ സെൻറ്റ് അഗസ്റ്റിൻ എന്ന് പറയുന്നൊരു വിശുദ്ധൻ ഈ ഉണർവിലേക്ക് ജാഗരൂകരായിരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു വിശുദ്ധൻ കൂടിയാണ് ഈ സെൻറ്റ് അഗസ്റ്റിനും ഈ പള്ളിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ കഴിഞ്ഞ കൊറോണയുടെ പ്രവാസത്തിൽ നിന്ന് നമ്മളൊക്കെ പള്ളിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന എൻ്റെ വിശ്വാസം എങ്ങനെയാണെന്ന് കൂടി പരീക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ഈയടുത്ത് എല്ലാ ദേവാലയങ്ങളുടെയും കവാടങ്ങളിൽ കാണുന്ന തെർമൽ സ്കാനറുകളുണ്ട്. അത് നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് മാത്രമല്ല, ഈ കൊറോണ എന്ന കാലം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ എനിക്കുണ്ടായിരുന്ന എൻ്റെ വിശ്വാസത്തിൻ്റെയും എൻ്റെ വിശുദ്ധിയുടെയും എൻ്റെ വിവേകത്തിൻ്റെയും ചൂടുകൂടി ഈ തെർമൽ സ്കാനർ നമ്മെ ഓർമ്മപ്പെടുത്തണം. നമ്മളിന്ന് ഈ ബലിയിൽ ക്രിസ്തുനാഥൻ ആവർത്തിക്കുന്ന വാക്ക് ചങ്കോട് ചേർക്കുക: ജാഗരൂകരായിരിക്കുവിൻ. ഈ 5 കന്യകമാരുടെ നെഞ്ചിൻ്റെ ഭാരം നമുക്കുണ്ടാകരുത്. ഉറങ്ങിപ്പോയ സാർദീസ് എന്ന് പേരുള്ള പട്ടണത്തിലെ കാവൽക്കാരുടെ ഭാരം നമുക്കുണ്ടാകരുത്. ഈ കഴിഞ്ഞുപോയ കൊറോണ കാലത്ത് വിശ്വാസം പയ്യെ ഒന്ന് കുറഞ്ഞ് ഉറങ്ങിപ്പോയ ഒരു കാലമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാലം നമുക്കുണ്ടാകരുത്. മറിച്ച് നമ്മുടെ ജീവിതം ഇന്നു മുതൽ കർത്താവ് പറയുന്നത് പോലെ വിചാരിക്കാത്ത ദിവസം, പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ ഒരു കള്ളനെ പോലെ ഞാൻ കടന്നു വരും. ജാഗരൂകരായിരിക്കുവിൻ. ഈ ഒരു ജാഗ്രതയുടെ സന്ദേശം ഹൃദയത്തിൽ സൂക്ഷിച്ച് നാളെയാകട്ടെ എന്നുള്ള ഈ മൊബൈൽ ഫോണിലുള്ള സ്നൂസ് ബട്ടനെ പോലെ ദിവസങ്ങൾ തള്ളി നീക്കാതെ ഇന്ന് കുർബാനയിൽ പങ്കെടുത്ത് കൊന്തകൾ ചൊല്ലി വചനം വായിച്ച് ഈ വിശ്വാസത്തിൻ്റെ എണ്ണ സൂക്ഷിച്ചുകൊണ്ട് നമുക്കും ക്രിസ്തുവെന്ന മണവാളനെ ഉണർവോടെ കാത്തിരിക്കാം. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം തിരുവചനം ഒരിക്കൽ കൂടി ഹൃദയത്തിൽ സൂക്ഷിക്കുക: ഉണരുവിൻ, നിങ്ങളിൽ ആസന്ന മരണമായി അവശേഷിപ്പിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുവിൻ. ആമേൻ. നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല.
കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരിത്രാണത്തിൻ്റെ രഹസ്യം ആഘോഷിക്കുവാനായി നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവൻ്റെയും നീരുറവയിൽ നിന്ന് ലോകം മുഴുവനും പാനം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും അതിരൂപത അധ്യക്ഷൻ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും ആത്മീയ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, കൊറോണ എന്ന മഹാമാരി മൂലം ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ എന്നും രോഗബാധിതരെ സുഖപ്പെടുത്തണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ദൈവമേ, ശാലോം ടെലിവിഷനെയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള ശാലോമിൻ്റെ എല്ലാ സുവിശേഷ ശുശ്രൂഷകളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, എല്ലാ കുടുംബങ്ങളും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും അടിയുറച്ച വിശ്വാസത്തിലും വളർന്നു വരുവാനുള്ള കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യപിതാവായ ദൈവമേ, എല്ലാ മരിച്ച വിശ്വാസികളുടെയും ഓർമ്മയാചരിക്കുന്ന ഈ നവംബർ മാസത്തിൽ മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും സ്വർഗ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ഈ ബലിയിലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് ദൈവത്തിൻ്റെ കരുണയാൽ നമ്മൾക്ക് ലഭിക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവവും താൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ. സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവവും താഴ്ത്താരിൽ കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമായി, അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ. ഉയരുമി കാസയിൽ അർച്ചനയാ, ഉയർത്തുന്നു ഞങ്ങൾ തൻ തൃത്തടവും. ഉയരുമി കാസയിൽ അർച്ചനയായി, ഉയർത്തുന്നു ഞങ്ങൾ തൻ തൃത്തടവും. അലിവോടെ നാഥാ സ്വീകരിക്കൂ തിരുമുൻപാകെ
ഉൾക്കാഴ്ചയായി കൈക്കൊള്ളണേ. സഹോദരൻ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അർപ്പിക്കപ്പെട്ട ഈ കാഴ്ച വസ്തുക്കൾ സംപ്രീതിയോടെ അങ്ങ് കടാക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രൻ്റെ പീഡാസഹന രഹസ്യത്താൽ ഞങ്ങൾ ആഘോഷിക്കുന്നത് ഭക്തിസ്നേഹത്തോടെ ഞങ്ങൾ പിഞ്ചൊല്ലുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. ഉയർപ്പ് ഞങ്ങൾ സജീവ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. മഹത്വത്തിലുള്ള വരവ് പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ആകയാൽ വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ.
ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേ പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അഗസ്തീനോസിനോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കൊരുമിച്ച് ആലപിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാലിലുമായിടേണം. അന്നോ വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. തന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നോ നീ കാത്തിടേണം. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു.
ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ദിവ്യദാനത്താൽ പരിപോഷിതരായി അങ്ങേ കാരുണ്യം കേണപേക്ഷിക്കുന്ന ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങേ ആത്മാവിൻ്റെ വർഷത്താൽ സ്വർഗീയ ശക്തി പ്രവേശിച്ചവരിലെല്ലാം നിഷ്കളങ്കതയുടെ കൃപ നിലനിൽക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. നന്മനേരുമമ്മ വിണ്ണിൻ രാജകന്യാ ധന്യാ സർവവന്യാ മേരി ലോകമാതാ നന്മനേരുമമ്മ വിണ്ണിൻ രാജകന്യാ ധന്യാ സർവവന്യാ